കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദിന്റെ നാളത്തെ പ്രമോ വിശേഷത്തിലേക്ക് പോയാലോ? നാളത്തെ പ്രമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന നമ്മളെല്ലാവരും ഇത്രയും നാളും കാത്തിരുന്ന ഒരു നല്ല മുഹൂർത്തം തന്നെയാണ്. നമ്മൾ ഓർത്തു ഇന്നത്തെ വിശേഷം കാണിച്ചപ്പോൾ നമ്മൾ ഓർത്തു ഇന്ന് കിഷോർ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷെ അത് വെറും കിഷോറിന്റെ സ്വപ്നം മാത്രമായിരുന്നു. അപ്പൊ നമ്മളെല്ലാവരും പറ്റിക്കപ്പെട്ടു. പക്ഷെ നാളെ അങ്ങനെയല്ല. നാളെ ശരിക്കും അവർണിക സത്യങ്ങളൊക്കെ അറിയുവാണ് ഗീതു പറഞ്ഞിട്ട് കിഷോറിന്റെ വലിയ ചതിയെക്കുറിച്ച്. അങ്ങനെ അവർണിക കിഷോറിന്റെ ചതി അറിഞ്ഞതിന് ശേഷം കിഷോറിനെ ഇല്ലാതാക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പൊ ആ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇനിയിപ്പം കിഷോറിന്റെ അവസാന നാളുകൾ ഏകദേശം അടുത്തു കഴിഞ്ഞു. അവർണിക അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർണിക ഒരിക്കലും ആ ചതി പൊറുക്കാൻ പോകുന്നില്ല. കാരണം ഗീതുവിനെ ചതിച്ചു. അത് മാത്രമല്ല ഇനിയിപ്പൊ തന്നെ ചതിച്ചു. ആ ചിന്ത അവർണികയുടെ ഉള്ളിലുണ്ടാകുമ്പോൾ അവർണിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് തന്നെ നമ്മൾ കണ്ടത് കിഷോർ ഭദ്രനെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഭദ്രനാണെങ്കിലോ അതിനേക്കാളും വലിയൊരു മുതലാ ഭദ്രന്. കാരണം സ്വന്തം മോളെ വിറ്റ് പൈസ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഭദ്രൻ. അല്ലെങ്കിൽ പിന്നെ ഗീതുവിന്റെ ജീവിതം തകർത്തിട്ട് തനിക്ക് പണം ഉണ്ടാക്കണം, ആ ഒരു ചിന്ത ഒരിക്കലും ഭദ്രന് ഉണ്ടാവില്ല. പിന്നീട് കിഷോറിനെ വിളിച്ചിട്ട് ഭദ്രൻ പൈസയൊക്കെ കുറച്ച് പൈസയൊക്കെ വേണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ കിഷോർ പൈസ കൊടുക്കാണ്ട് തയ്യാറായില്ല. പക്ഷെ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ കിഷോറിന്റെ ഉള്ളിൽ ടെൻഷൻ ഉണ്ടാകുന്നുണ്ട്. ഇനിയിപ്പം അയാൾ എങ്ങനെ ചതിക്കുവോ? ഇനി ഗോവിന്ദ് സാറിനോടും ഗീതുവിനോടും അങ്ങനെ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെപ്പാടെ അവതാളത്തിലോ. അതിനു മുമ്പ് കാര്യങ്ങളൊക്കെ ഒരു കരക്കടുപ്പിക്കണം. അപർണയുടെ ഉള്ളിൽ ഇപ്പൊ തന്നെ സംശയങ്ങളൊക്കെ നല്ലവണ്ണം തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിങ്ങനെ വിട്ടിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് അപർണയുടെ ഉള്ളിലുള്ള സംശയം ഒന്നുകൂടെ ബലപ്പെടുത്തി എടുക്കണം. എങ്കിൽ മാത്രമേ അവൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് പോകത്തുള്ളൂ. എന്നാലേ തനിക്ക് ഗീതുവിനെ സ്വന്തമാക്കാൻ പറ്റുള്ളൂ എന്നങ്ങനെ കിഷോർ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും അപർണയെ വന്നിട്ട് ചോദിച്ചു, അല്ല മുമ്പേ ആരോ കോൾ ചെയ്തായിരുന്നല്ലോ, ആരാ വിളിച്ചതെന്ന് ചോദിക്കുകയാണ്. അതൊക്കെ നീ എന്തിനാ അറിയണേന്ന് ചോദിക്കുകയാണ്. എന്താ ഞാൻ അറിയണ്ടേ? ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേന്ന് ചോദിക്കണം. ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, കല്യാണം കഴിഞ്ഞ് അപ്പം തുടങ്ങിയത് നിന്റെ ഈ സംശയരോഗം അതങ്ങ് മാറ്റി വെച്ചായിരുന്നു പറയാണ്. എനിക്കറിയാം നിങ്ങൾ ആരെയാ വിളിക്കണേന്ന്. അതിനുള്ള പരിഹാരം ഞാൻ കണ്ടിട്ടുണ്ട്. എന്നോടാ കളിയെന്ന് പറഞ്ഞ് അപർണ അങ്ങോട്ട് പോവാണ്. കിഷോറിന് സമാധാനമായി. അവളുടെ ഉള്ളില് ദേഷ്യമായിട്ടുണ്ട്. ഇനിയിപ്പം എന്താ സംഭവിക്കുന്നത് കണ്ടറിയാന്ന് മനസ്സിൽ പറയാണ്. പിന്നീട് കാണിക്കുന്ന ഗീതു രഞ്ജുനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. അപ്പം അന്നൊന്ന് പോയിട്ട് വന്നേ പിന്നെ പോയില്ലായിരുന്നു. അങ്ങനെ രഞ്ജുനെ കാണാൻ ചെന്ന് കഴിയുമ്പത്തേനും രഞ്ജു ഗീതുവിനോട് നല്ല രീതിയിൽ തന്നെ സംസാരിച്ചേ. ഇപ്പൊ വിജയലക്ഷ്മി മാഡുമായിട്ട് യാതൊരു കമ്പനിയും ഇല്ല, അവരെ താൻ വെറുത്ത് കഴിഞ്ഞെന്ന് ഗീതു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ രഞ്ജുനെ വാർഡിലേക്കല്ല സോറി റൂമിലേക്ക് മാറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ രഞ്ജുവിന്റെ അടുത്ത് പോയി കുറെ സമയം സംസാരിക്കുന്നുണ്ട് ഗീതു. ഗീതുവിന് മനസ്സിലായി രഞ്ജു എത്ര പാവാണ്, താൻ ഇവളെ വെറുതെ സംശയിച്ചല്ലോ. ഒരു നിമിഷമാണെങ്കിൽ പോലും ഗോവിന്ദണ്ണ ഇവളെ വെച്ച് താൻ സംശയിച്ചു. അതിന് ഗീതു മാപ്പൊക്കെ അപേക്ഷിക്കുന്നുണ്ട്. എന്നോട് പൊറുക്കണം, എന്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ എന്തൊക്കെയോ അന്നൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രഞ്ജു പറഞ്ഞു, അതൊന്നും കാര്യമാക്കണ്ട, എന്റെ ഭാഗത്തും തെറ്റൊക്കെ ഉണ്ടല്ലോ. ഞാനും വെറുതെ ഗീതുവിനെ ചൊടിപ്പിച്ചുകൊണ്ടിരുന്ന. അത് ചൊടിപ്പിക്കാൻ കാരണം അവരായിരുന്നു, ആ സ്ത്രീയായിരുന്നു. അവര് ഗീതുവിനെ സ്നേഹിക്കാൻ എന്നിട്ട് എനിക്ക് സഹിച്ചില്ല. കാരണം അവരെനിക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് അവരാരെ സ്നേഹിച്ചോ അവരും എന്റെ ശത്രുക്കളാ. ഞാൻ അങ്ങനെ കണ്ടിരുന്നേ. അതുകൊണ്ട് ഇനിയൊന്നും ഒരിക്കലും അങ്ങനെ ഉണ്ടാകത്തില്ല. ഇനി നമ്മൾ എന്നും നല്ല ഫ്രണ്ട്സ് മാത്രമായിരിക്കും എന്ന് പറയാണ്. അങ്ങനെ കുറച്ച് സമയം അവിടെ സംസാരിച്ചിരുന്നതിന് ശേഷമാണ് ഗീതു വീട്ടിലേക്ക് പോരുന്നത്. അങ്ങനെ വീട്ടിലേക്ക് പോരുന്ന വഴിക്കാണ് അപർണികയുടെ കോള് വരുന്നത്. എന്നുവെച്ചോ എന്താ അപർണിക, എന്താ വിളിച്ചതെന്ന് ചോദിക്കുകയാണ്. കേട്ടപ്പോഴത്തേനും അപർണി പറഞ്ഞു, എനിക്ക് ഗീതാഞ്ജലി നിന്ന് കാണണം എന്ന് പറയാം. അതിനെന്താ വീട്ടിലേക്ക് പോരാൻ പറയണേ? വീട്ടിലേക്ക് വന്നാൽ ശരിയാകത്തില്ല, ഇത് നമുക്ക് പുറത്ത് വെച്ച് സംസാരിക്കാൻ പറ്റുന്ന വിഷയമാണ്, ഇച്ചിരി ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യമെന്ന് പറയണം. എന്നാൽ ശരി, അപർണിക എവിടെ വരണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ അങ്ങോട്ട് വന്നോളാന്ന് പറയാം. അങ്ങനെ അപർണിക സ്ഥലം പറഞ്ഞു കൊടുക്കുക ഗീതനോട് വരാനായിട്ട്. അങ്ങനെ ഗീതു അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേനും അപർണിക അവിടെ നേരത്തെ വന്ന് നിൽപ്പുണ്ടായിരുന്നു. അപ്പം അപർണികനെ കണ്ടുകൊണ്ട് ഗീതു എന്നിട്ട് വെച്ചു, എന്ത് പറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കിഷോർ പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോ എന്ന് ചോദിക്കുകയാണ്. വയറ്റി വരുന്ന കുഞ്ഞിനെ ഒന്ന് അബോർട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ, ഇനിയിപ്പം അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ? അങ്ങനെ ഒരു സംശയങ്ങളൊക്കെ ആയിരുന്നു ഗീതുവിൻ്റെ ഉള്ളിലുണ്ടായിരുന്നേ. ഈ സമയത്ത് അപർണിക പറഞ്ഞു, എനിക്കതൊന്നും അല്ല നിന്നോട് പറയാനുള്ളതെന്ന് പറയണം. അതെന്താ? എനിക്ക് എൻ്റെ കിഷോറിനെ വേണമെന്ന് പറയാം. കിഷോറിനെ വേണോ? നീ എന്താ അപർണിക പറയണേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലോ എന്ന് പറയാണ്. അഭ്യാസം കാണിക്കില്ല. നീ അറക്കൽ വീട്ടിൽ ഗോവിന്ദന്റെ ഭാര്യയല്ലേ, ഗീതാഞ്ജലി അല്ലേ? പിന്നെ നിനക്ക് എന്തിനായി എൻ്റെ ഭർത്താവായ കിഷോറിനെ? നീ എനിക്ക് അവനെ വിട്ടു തരണമെന്ന് പറയാം. ഇത് കേട്ടെന്ന് ഗീതു പറഞ്ഞു, അപർണിക നീ തെറ്റിദ്ധരിച്ചിരിക്കുക, നിനക്ക് എന്തോ സംശയങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാ നീ ഇങ്ങനെയൊക്കെ പറയണേ. നിന്നെ ആരോ എന്തോ പറഞ്ഞു പറ്റിച്ചിട്ടുണ്ട്, അതാന്ന് പറയണം. എനിക്കൊരു തെറ്റിദ്ധാരണയില്ല. പക്ഷേങ്കില് ഞാൻ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യമാ. എനിക്ക് എൻ്റെ ഭർത്താവിനെ വേണം. എൻ്റെ വയറ്റി വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛനെ എനിക്ക് വേണമെന്ന് പറയാം.
ഇത് കേട്ടതും ഗീത പറഞ്ഞു, ഇതേ അവൻ്റെ ഒരു തവണ ഞാൻ പറഞ്ഞു ഞാനും കിഷോറുമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന്, അല്ലെങ്കിലും എനിക്ക് അവനെ പോലെയുള്ള ഫ്രോഡിനെ ആവശ്യമില്ല എന്ന് പറയണം. ഇത് കേട്ടതും അവർണി ഒന്ന് ചേട്ടി, നീ എന്താ പറഞ്ഞെന്ന് ചോദിക്കണം. നിനക്ക് എന്തറിയാന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ അവർണി പറഞ്ഞു, നീ കൂടുതലൊന്നും പറയണ്ട, എനിക്കറിയാം, നിന്നെയും കിഷോറിനെയും വെച്ചിട്ടുള്ള തെളിവുകളൊക്കെ എൻ്റെ കയ്യിലുണ്ടെന്ന് പറയാം. ഇത് കേട്ടതും ഗീത വെച്ച്, എന്ത് തെളിവുകളുണ്ടെന്നാ നീ പറഞ്ഞത്? നിന്റെ കയ്യിൽ എന്താ തെളിവുള്ളേ? അത് ഞാൻ അന്ന് ആദ്യം കാണട്ടെ, എന്നിട്ട് നമുക്ക് സംസാരിക്കാന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അവർണി പറഞ്ഞു, അത് നിങ്ങൾ നമ്മൾ ഫോൺ സംഭാഷണം ഞാൻ കേട്ടതാ, അതിനകത്തൊന്നും എനിക്ക് മനസ്സിലായി നീ അവനോട് എന്താ പറഞ്ഞതെന്നൊക്കെ. പിന്നീട് ഗീതുവിനെ ആ ഫോൺ സംഭാഷണം കേൾപ്പിക്കുവാണ്. അപ്പൊ കിഷോർ തന്നെ എഡിറ്റ് ചെയ്ത് കൊടുത്താണ് രാധികാമ്മയിൽ. രാധികാമ്മയാണ് അത് അവർണയ്ക്ക് കൊടുക്കുന്നത്. അങ്ങനെ ഫോൺ സംഭാഷണം കേട്ട് കഴിഞ്ഞപ്പോൾ ഗീതുവിന് കാര്യങ്ങൾ മനസ്സിലായി. ഗീതു പറഞ്ഞു, അതെ, ഇത് കേട്ടിട്ട് നിനക്കൊന്നും മനസ്സിലായില്ല അവർണിക, ഇത് അവൻ എഡിറ്റ് ചെയ്ത കാര്യങ്ങളാന്ന് പറയാ. എഡിറ്റ് ചെയ്തോ? അതെ, ഇങ്ങനെയല്ല ഞാൻ സംസാരിച്ച പല പല കാര്യങ്ങളും അതോടൊപ്പം തന്നെ അവൻ സംസാരിച്ച് മൊത്തം അവൻ കട്ട് ചെയ്തേക്കുക, എന്നിട്ട് അവിടെ എഡിറ്റ് ചെയ്ത് കയറ്റിയേക്കുന്ന. ഇതിന്റെ ഒറിജിനൽ സംഭാഷണം എൻ്റെ ഫോണിനകത്തുണ്ട്, ഞാൻ കേൾപ്പിക്കാന്ന് പറഞ്ഞ് കേൾപ്പിക്കുക. അവർണയ്ക്ക് കാര്യം മനസ്സിലായി. അപ്പൊ അവൻ ഈ ചതിയനായിരുന്നോ ഇങ്ങനെ? പിന്നീട് ഗീതു തന്റെ കാര്യങ്ങളൊക്കെ പറയണം. അവർണയ്ക്കറിയാവോ, ഞാൻ മുമ്പ് അവർണയെ വിളിച്ചുകൊണ്ട് പോയി എന്നെ ചതിച്ചിട്ട് പോയൊരു കാമുകിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ, അത് ഇവനാണ്, ഈ കിഷോറാന്ന് പറയാ. ഇത് കേട്ടതും അവർണയൊരു ഞെട്ടലുണ്ടായി. നീ എന്താ ഗീതാഞ്ജലി പറയണേന്ന് ചോദിക്കുകയാണ്. ഞാൻ സത്യം അവർണയെ പറയണേ, അന്ന് അവൻ എന്നോട് ഈ ചതി ചെയ്തു, പക്ഷെ ഈ ചതിയല്ല, ഇതിനേക്കാളും കടുത്ത ചതി അവൻ എന്നോട് ചെയ്തത്, പുറത്ത് പറയാൻ പാടില്ലാത്ത ചതി. എന്നെ കൊണ്ടുപോയി നശിപ്പിച്ചിട്ട് അവന് ഗോവയ്ക്ക് കടത്താനായിരുന്നു പ്ലാന്. ഭാഗ്യം കൊണ്ട് എന്നെ ഗോവിന്ദേട്ടൻ വന്ന് രക്ഷിച്ചുകൊണ്ട് പോന്ന. ആ സമയത്ത് നീയുമായിട്ടുള്ള അവന്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനിതൊന്നും അറിഞ്ഞിരുന്നില്ല. പിന്നീടാണ് ഞാനിതൊക്കെ അറിയുന്നത്, നീയുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞെന്നൊക്കെ. പക്ഷെ പലപ്പോഴും നിന്നോട് തുറന്നു പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു, പിന്നെ ഓർത്ത് വേണ്ട, നീ അവനെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നിന്റെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടിയിട്ടാ ഞാനിത് പറയാതിരുന്നേ. മാത്രമല്ല, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ കല്യാണം കഴിഞ്ഞാൽ പോലും ഗോവിന്ദൻ ഇത് അറിയാവുന്നതുകൊണ്ട് ഞാനും ഗോവിന്ദൻ ഇന്ന് വരെ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിരുന്നില്ല. അവന് വേണ്ടി ഞാൻ കാത്തിരിക്കുമായിരുന്നു. അങ്ങനെ കാത്തിരുന്ന എന്നെയാണ് അവന് കോടികൾ, അത് വലിയ കമ്പനിയും കാര്യങ്ങളും നിനക്കുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും നിന്നെ വല വീശി പിടിച്ചിട്ട് നിന്നെ വിവാഹം കഴിച്ചത്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം അവർണയ്ക്കൊരു തലപെരുപ്പം ഉണ്ടായത്. അവനെ ചോദിച്ചു, നീ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് ചോദിക്കുകയാണ്. ഞാൻ പറയുന്ന എല്ലാം സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഗോവിന്ദനോട് ചോദിച്ചു നോക്ക്. ഗോവിന്ദൻ ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് അറിയാവുന്ന, അതുകൊണ്ടല്ലേ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഗോവിന്ദൻ എന്നെ അവിശ്വസിക്കാതിരിക്കുന്നേ. അത് മാത്രമല്ല, ഞങ്ങൾ തമ്മിലുള്ള കാര്യങ്ങളൊക്കെ മഹേഷിനും അറിയാം, ഗോവിന്ദന്റെ ഫ്രണ്ടിന് അറിയാവുന്ന കാര്യങ്ങളാ. മഹേഷാണ് ഒരു തവണ കിഷോറിന്റെ കളത്തരങ്ങളൊക്കെ പൊളിച്ചടുക്കിയത്, അറിയാവോ? 1 കോടി രൂപയ്ക്ക് അവൻ എന്നെ വിറ്റവനാ. അതേപോലെ ഒരു ചതിയനെ അവനെന്ന് പറയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അവർണയ്ക്ക് പരിസരബോധം പോലും നഷ്ടപ്പെട്ടു. പെട്ടെന്ന് അവർണി പറയാം, അവന് ചതിയനല്ലേ, നമ്മളെ രണ്ടുപേരും ചതിച്ച് അവനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ അവർണിക ആരാന്ന് അവൻ അറിയാൻ പോകുന്നുള്ളൂ, ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗീത, ചെല്ല നിന്റെ പ്ലാൻ എന്താ? അതൊക്കെ ഗീതാഞ്ജലി ഇപ്പൊ അറിയണ്ട, അങ്ങനെ ഇനി അവനെ വെറുതെ വിടാൻ പോകുന്നില്ല. അവൻ ഇത്ര വലിയ ഫ്രോഡാന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല, ഒരു പക്ഷെ നേരത്തെ അറിയുമായിരുന്നെങ്കിൽ. ഇത് കേട്ടപ്പോൾ ഗീത പറഞ്ഞു, പക്ഷെ നീയും അവനോടുള്ള കല്യാണം കഴിഞ്ഞവരെ എനിക്കറിയില്ലായിരുന്നു. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് കുറെ കാലത്തിന് ശേഷമല്ലേ അറിഞ്ഞത്, അതുകൊണ്ടാണ് ഒന്നും ചെയ്യാൻ പറ്റാതെ പോയത്. പക്ഷെ മുമ്പ് അറിയുമായിരുന്നെങ്കിൽ എനിക്ക് നിന്റെ ജീവിതം രക്ഷിക്കാൻ പറ്റുമായിരുന്നു പറയണം. ഇത് കേട്ടപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ വയറ്റിൽ അവൻ്റെ ഒരു കുഞ്ഞ് വളരുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല, ഇത്ര ക്രൂരകൃത്യങ്ങൾ ചെയ്ത് അവനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല, ഞാൻ കാണിച്ചു കൊടുക്കുന്ന പറഞ്ഞ് അവർണയെ അങ്ങോട്ട് പോവാണ്. അവനെ പോയി കഴിയുമ്പോൾ അവർണയുടെ ഉള്ളിൽ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇനി കിഷോർ ഇങ്ങ് വരട്ടെ, അവൻ തൻ്റെ അടുത്ത് ഇത്രയും വലിയ ചതി കാണിച്ചിട്ട് അവൻ തന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചിട്ട് ഒരു പക്ഷെ ഗീതുവിനെ സ്വന്തമാക്കാനായിരുന്നു അവൻ്റെ പ്ലാന്, അതും പറയാൻ പറ്റില്ല. പക്ഷെ ഗീതുവിൻ്റെ അടുത്ത് അവൻ്റെ തന്ത്രങ്ങളൊന്നും നടന്നില്ലല്ലോ. അങ്ങനെ അവർണിക മുറി ചെല്ലുവാണ്. മുറി ചെന്ന് കഴിഞ്ഞിട്ട് അവനെ ഇങ്ങനെ ആലോചിക്കുക, എന്ത് ചെയ്യണം? അവനെ ഒറ്റയടിക്ക് അങ്ങ് തീർത്തിട്ട് കാര്യമില്ല, അവൻ ഇഞ്ചിഞ്ചായിട്ട് മരിക്കണം, അതാ ചെയ്യേണ്ടത്. ഇത്രയും വലിയ ഫ്രോഡിനെ അങ്ങനെ ഒറ്റയടിക്ക് കൊന്നിട്ട് കാര്യമില്ലോ. അങ്ങനെ കിഷോർ വരാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു. കാത്തിരുന്ന് കഴിഞ്ഞിട്ട് പിന്നീട് അവർണിക എന്ത് ചെയ്യുവാണ്, അവിടെ ഡാഡീനെ വിളിക്കുവാണ്. ഡാഡീനെ വിളിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ റിഹ്റാൻ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വരാൻ മോളേന്ന് പറയാണ്. വേണ്ട, ഡാഡി ഇങ്ങോട്ട് വരണ്ടാന്ന് പറയാണ്. കാരണം അവർണയ്ക്ക് ഇനിയിപ്പോൾ ഒരു സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ, അവനെ തീർക്കുക, അത് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ മുറിയിലേക്ക് പോയിട്ട് ഒരു തോക്കൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. കിഷോർ വരുന്ന സമയത്ത് കഴിഞ്ഞ ആഴ്ചത്തെ പ്രൊമോ വിശേഷം കണ്ടപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. കിഷോർ വരുമ്പം കിഷോർ നേരെ തോക്ക് ചൂണ്ടിക്കൊണ്ടിരിക്കുന്ന അവർണികനെ. അപ്പം കിഷോറിൻ്റെ ഏകദേശം അന്ത്യനാളുകളൊക്കെ അടുത്ത് കഴിഞ്ഞെന്നാണ് തോന്നുന്നത്. അവർണിക ഇനി തൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛനാണ് കിഷോറെന്ന് ആ ഫേവറൊന്നും കിഷോറിന് കൊടുക്കത്തില്ല. കാരണം ഏറ്റവും സഹിക്കാൻ പറ്റാത്ത ഒരേ ഒരു കാര്യം അവർണയ്ക്ക് വഞ്ചിക്കുക എന്നുള്ളതാണ്. അപ്പം അത് അവർണയ്ക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പം അവർണയ്ക്ക് എന്തായാലും ആ ക്രൂരകൃത്യം ചെയ്യാനായിട്ട് തുടങ്ങുന്നതൊക്കെ ഉണ്ട്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്.
ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.